ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. നഖത്തിൽ ഇലമൈലാഞ്ചി ഇട്ട് കട്ട ചുവപ്പാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ സ്കിപ്പാക്കണ്ട, മുഴുവനായിട്ടും കണ്ടോളൂ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി കാണിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ചൂടാക്കിയിട്ടില്ല കേട്ടോ, തീ കത്തിച്ചിട്ടില്ല. അങ്ങനെ തീ കത്തിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ആ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. തീ കത്തിച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1/4 കപ്പ് കുഞ്ഞുള്ളി ചതച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വാടി വരുന്ന സമയത്ത് കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇനി ചെറു തീയിലൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് അത് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുകൂടി ചേർത്ത് യോജിപ്പിച്ചൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് ആ ഒരു പുളി വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറു തീയിലൊന്ന് മൂടി വെച്ച് നമുക്ക് ഒരു ഭാഗം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം റെഡി ആയി കഴിയുമ്പോൾ അത് മറിച്ചിട്ടൊന്ന് കൊടുത്തിട്ട് 2 ഭാഗം ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഒരു സെമി ഗ്രേവി പരുവത്തിനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 വശവും ആയി കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്തിടാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതീയിൽ ഇത് ആ ഒരു ഗ്രേവിയൊക്കെ വറ്റി ആ ഒരു മീനിലേക്ക് പിടിക്കുന്നത് വരെ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ അധികം വറ്റിച്ചെടുക്കുന്നില്ല, ഒരു സെമി ഗ്രേവി പരുവത്തിനാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു ഫിഷ് ഫ്രൈ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ്. നമ്മളിതിലേക്ക് വാളംപുളിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ്, നമ്മൾ സാധാരണ ഇലമൈലാഞ്ചിയൊക്കെ അരക്കുന്ന സമയത്ത് അതിൻ്റെ നിറം കൂടാൻ വേണ്ടിയിട്ട് നല്ല ടിപ്സുകളൊക്കെ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇലമൈലാഞ്ചി എങ്ങനെ കടും ചുവപ്പായിട്ട് നമുക്ക് നഖത്തിലും കയ്യിലൊക്കെ ഇടാൻ പാകത്തിന് നമുക്ക് റെഡിയാക്കി എടുക്കാം, അരച്ചെടുക്കാം എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് 5 6 ഗ്രാമ്പു ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ തേയില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ചെറുതീയിലൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിത് തലേന്ന് രാത്രി തന്നെ തിളപ്പിച്ച് അതങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് പിറ്റേന്നാണ് കേട്ടോ എടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം വെച്ചതിന് ശേഷം എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കട്ട ചുവപ്പൊക്കെ ഇളകി കിട്ടുന്നതാണ്. പിന്നെ ഇത് ചേർക്കുന്ന മൈലാഞ്ചിക്ക് നല്ല കളറും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൈലാഞ്ചി ഇല നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ആ കഴുകിയെടുത്ത മൈലാഞ്ചി ഇല ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, അരക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേയില വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം വാളംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് 2 തുള്ളി ആക്സ് ഓയിൽ. അളവ് കൂടി പോണ്ട 2 തുള്ളിയുടെ ആവശ്യമുള്ളൂ കേട്ടോ. അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഈ മൈലാഞ്ചി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം.
ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള തേയില വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് വേണം കേട്ടോ അതിലേക്ക് ചേർക്കാനായിട്ട്. നമുക്ക് നഖത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ആ ഒരു മൈലാഞ്ചി അരച്ചത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള തേയില വെള്ളം മാത്രം ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് മുഴുവനായിട്ടും നല്ലതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയ ബോട്ടിലാക്കിയിട്ട് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല കട്ടും ചുവപ്പാവും കേട്ടോ. ആദ്യത്തെ ആ ഒരു ഇടലിൽ തന്നെ നന്നായിട്ട് തന്നെ ചുമന്ന് കിട്ടുന്നതാണ്. കണ്ടോ എൻ്റെ കയ്യിൽ ആ ഒരു കളറൊക്കെ കണ്ടില്ലേ, വെറുതെ അരച്ചെടുത്തപ്പോൾ തന്നെ നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ നഖത്തിലിട്ട് കാണിക്കാം. കയ്യിൽ നേരത്തെ ഇട്ട മൈലാഞ്ചി ഒരു പകുതി പാടൊക്കെ ഉണ്ട്, അതൊന്നും സാരമില്ല, നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒന്ന് ഇട്ട് നോക്കാം. ഇങ്ങനെ അരച്ച് വെച്ച മൈലാഞ്ചി 2-3 ദിവസത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേടാവാതെ തന്നെ നമുക്ക് കയ്യിലിടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് നഖത്തിൽ ഇടുന്നുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇത് നല്ലപോലെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീഡിയോക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അധികം നേരം ഇടുന്നില്ല, വളരെ കുറച്ച് നേരം ഇട്ടിട്ട് അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മുഴുവൻ നഖത്തിലായിട്ട് മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അല്പനേരം കഴിഞ്ഞിട്ട് ഇതൊന്ന് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. നഖത്തിലൊക്കെ മൈലാഞ്ചി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ അത് നമുക്ക് പീൽ ചെയ്ത് കളയാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ എടുക്കുന്നുണ്ട്. നല്ലതുപോലെ കട്ട ചുവപ്പാവണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം തന്നെ നന്നായിട്ട് ചുമന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇലമൈലാഞ്ചി കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ മൈലാഞ്ചി ഒന്ന് അരച്ച് നോക്കുക. എന്തായാലും ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഞാനിത് മൈലാഞ്ചി മുഴുവനായിട്ടും ഒലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കൈയൊന്ന് കഴുകിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു ചുവപ്പ് കളറെന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ നല്ലതുപോലെ നഖമെല്ലാം ചുമന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഇതിലുപയോഗിച്ചിരിക്കുന്ന ആക്സോയിലിൻ്റെ അളവ് തന്നെ ആയാലും കൂടിപ്പോകരുത്, കൈ പൊള്ളുന്നതാണ് കേട്ടോ. അപ്പോൾ 2 തുള്ളി ആക്സോയിൽ മാത്രം മതി, പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും. അടുത്തതായിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുളപ്പിച്ച ചെറുപയറാണ് എടുക്കുന്നത്. ഒരു 1.5 കപ്പ് മുളപ്പിച്ച ചെറുപയർ എടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് ഇടിയപ്പ ചെമ്പിലോ ഇഡ്ഡലി തട്ടിലോ ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സിങ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്, ഒലീവ് ഓയിൽ, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ സാലഡ് ഡ്രസ്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിളും പകുതി വീതം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ബീട്രൂട്ട്, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കടല വറുത്തത് കൂടി, നിലക്കടല അല്ലെങ്കിൽ നമ്മുടെ കപ്പലണ്ടി വറുത്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് മാറ്റി ആവി കയറ്റിയിട്ട് വേവിക്കല്ല ആവി കയറ്റി മാറ്റി വെച്ചിരിക്കുന്ന ചെറുപയർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ചിട്ടുള്ള സാലഡ് ഡ്രസ്സിങ് കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുള്ള നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫില്ലിംഗ് ഫുഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പൊടിക്കൈ എന്നോണം ഇതിലേക്ക് അവസാനമായിട്ട് മാതള നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം അതിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.